പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2026 ജൂൺ 28 ഞായറാഴ്ച, മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയണം, ഉന്നതാധികാര സമിതി ഓർമ്മിപ്പിക്കുന്നു. കൊല്ലം. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ ആരോഗ്യവകുപ്പ് ഫലപ്രദമായി ഇടപെടണമെന്ന് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഡോക്ടർ SS ലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി നിർദ്ദേശിച്ചു. പകർച്ചവ്യാധികൾ പടരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇവ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ആഗോള ആരോഗ്യ, സാമൂഹ്യ, സാമ്പത്തിക വ്യവസ്ഥിതികളെ ഭീതിയിലാഴ്ത്തുന്ന പ്രതിസന്ധിയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സംഘടനകളും നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ പലരും സ്വയം ചികിത്സയുടെ ഭാഗമായ ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അശാസ്ത്രീയമായ ആൻറ്റി മൈക്രോബിയലുകളുടെ ഉപയോഗത്തെ തുടർന്ന് ശരീരത്തിലെ മൈക്രോഫ്ലോറയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ മരുന്ന് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായി വരുമ്പോൾ ഇവ ഫലപ്രദമല്ലാതെയാകുകയും ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഗുരുതരമായ പൊതുജനാരോഗ്യ ഭീഷണിയായിട്ടാണ് ഇതിനെ പ്രഖ്യാപിച്ചത്. ഭക്ഷ്യശൃംഖല വഴിയും പരിസ്ഥിതിയിലൂടെയും ഈ മരുന്നുകൾ സുലഭമായി മറ്റു ജീവജാലങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് റെസിഡൻറ്റ് ഡോക്ടർ ചിത്ര സി നാഥ് പറഞ്ഞു. ഇതാണ് വാർത്ത. ഇത് വളരെ വളരെ ഗൗരവകരം. ഒരു മിനിറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിൽ നമ്മളൊരു ഉപവാസ പരിപാടി നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പലരും ഉപവസിക്കാൻ പേര് തന്നിട്ടുണ്ട്. ഇനിയും കഴിയുന്നത്ര ആളുകൾ കീടനാശിനിക്കെതിരായ ഒരു ബഹുജന മുന്നേറ്റം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നാം നടത്തുന്ന ഈ യജ്ഞത്തിൽ പങ്കാളികളാവണം. ഓഗസ്റ്റ് 5-ാം തീയതി ഉച്ചയ്ക്ക് താല്പര്യമുള്ളവരെല്ലാവരും ശബരി ആശ്രമത്തിലെത്തണം. 6-ാം തീയതി രാവിലെ ഹിരോഷിമയിൽ അണുബോംബിട്ട സമയം തുടങ്ങി നാഗസാക്കിയിൽ അണുബോംബിട്ട 9-ാം തീയതി രാവിലെ 11 മണി വരെയാണ് ഉപവാസം. മൗന ഉപവാസമാണ്. 4 ദിവസവും ഉപവസിക്കാൻ പ്രയാസമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഉപവസിക്കാം, 2 ദിവസം ഉപവസിക്കാം. അവിടെ സത്യാഗ്രഹികളെ പരിചരിക്കാൻ വോളണ്ടിയേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. അതും ഒരു ദിവസം തുടങ്ങി 2 ദിവസമോ 4 ദിവസമൊക്കെ ആകാം. ഏതായാലും നമുക്ക് ഒന്ന് കാണാനും പരിചയപ്പെടാനും ഈ ജനാരോഗ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾക്കും കൂടെ കഴിയുന്ന ഒരു സുവർണാവസരമാണ്. വളരെ പ്രധാനപ്പെട്ട നിരവധി വ്യക്തികളുടെ ക്ലാസ്സുകളുണ്ടാകും. ആ ക്ലാസ്സുകളിലെല്ലാം പങ്കെടുക്കാം. ശബരി ആശ്രമം അല്ലെങ്കിൽ തന്നെ കാണേണ്ട കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് അടിത്തറയിട്ട സ്ഥലമാണ്. ഗാന്ധിജി 3 പ്രാവശ്യം വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ തന്നെ നേച്ചർ ലൈഫിൻ്റെ നമ്പറിൽ വിളിച്ച് ഉപവാസത്തിനും വോളണ്ടിയേഴ്സായി വരാനുമുള്ള സന്നദ്ധത അറിയിക്കണം. നിങ്ങളുടെ സാമ്പത്തികമായ സഹായം ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട്. 9496044515 ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് വളരെ വളരെ ഗൗരവകരമായൊരു കാര്യമാണ്. മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അങ്ങനെ വിറ്റ ഏതാനും മെഡിക്കൽ ഷോപ്പുകളിൽ പരിശോധന നടത്തി കേസുകൾ എടുക്കുകയും ചെയ്തതായി പത്രങ്ങളിൽ വായിച്ചിരുന്നു. പക്ഷേ കച്ചവടമല്ലേ, ഇത് നിർബാധം തുടരുകയാണ്. ഇവിടെ 2-3 ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ഉയരുന്നുണ്ട്. ഒന്ന്, ഡോക്ടർ SS ലാൽ ആരോഗ്യരംഗത്ത് വളരെ ശ്രദ്ധേയമായൊരു നാമമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഏതാണ്ടൊക്കെ പദവികളിൽ അധികം ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനുള്ള
ഒരു ഉന്നതാധികാര സമിതിക്ക് നമ്മുടെ സർക്കാർ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. നല്ലൊരു കാര്യമാണ്. അവരോടെനിക്ക് ആദ്യം പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായത് പകർച്ചവ്യാധി തന്നെയാണോ എന്നുള്ളൊരു പരിശോധന അവർ നടത്തണം. പൊതുജനാരോഗ്യത്തെ അപകടത്തിലാക്കുന്ന വിധത്തിലാണ് നമ്മുടെ നാട്ടിലെ മരുന്ന് കമ്പനികളും അവരുടെ എറാൻമൂളികളായ അവരുടെ ദാസന്മാരും ദാസികളുമായ കുറേ ഡോക്ടർമാരും ആശുപത്രിക്കാരും അവർക്കെപ്പോഴും ഒരു പകർച്ചവ്യാധിയോ കൂടുതൽ രോഗങ്ങളോ ആവശ്യമാണ് ആശുപത്രികൾക്ക് നിലനിൽക്കാനായിട്ട്, ലാഭമുണ്ടാക്കാനായിട്ട്. പ്രവർത്തിച്ചു പോയാൽ മാത്രം പോരല്ലോ. അങ്ങനെ അവർ ഓരോ രോഗത്തെ പകർച്ചവ്യാധിയായി പറയുന്നു. മരുന്ന് കമ്പനികളുടെ സ്വാധീനത്തിന് വഴങ്ങുന്ന ലാബുകാർ, ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ബാക്ടീരിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഇതൊക്കെ വലിയൊരു കോക്കസിൻ്റെ ഭാഗമാണ്. നിരവധിയായ ആരോപണങ്ങൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലൊക്കെ ഇങ്ങനെയുള്ള ലാബുകാരെക്കുറിച്ച്, ഈ ദൂഷിത വലയത്തെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ വാസ്തവത്തിൽ വലിയ ചതിയും വഞ്ചനയും തട്ടിപ്പുമൊക്കെ പകർച്ചവ്യാധികളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ 10-46 കൊല്ലമായി ഈ ആരോഗ്യ മേഖലയെ, പൊതുജനാരോഗ്യ മേഖലയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വളരെ ബോധ്യമുള്ളത്. ഉണ്ട് ഇവിടെ ഇപ്രാവശ്യം ഉണ്ടായി എന്ന് പറയുന്ന നിപ്പ, ഇതിനു മുമ്പുണ്ടായി എന്ന് പറയുന്ന നിപ്പ, പറവൂരടുത്തുള്ള ഒരു ചെറുപ്പക്കാരന് പിടിച്ചു എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കി. രണ്ടാം നിപ്പ, അത് ആ ചെറുപ്പക്കാരൻ സുഖപ്പെട്ടു, വേറെ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല, വീട്ടുകാർക്ക് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പകർച്ചവ്യാധി എന്ന് പറയുന്ന സങ്കല്പത്തിനൊട്ടും ചേരാത്ത രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുവരുന്നത്. അത് ഞങ്ങൾ ഉടനടി നിയന്ത്രിച്ചതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ ഇവർക്ക് അവകാശപ്പെടാം. പക്ഷെ അങ്ങനെയല്ലല്ലോ പകർച്ചവ്യാധി. ഒരാളിൽ തുടങ്ങി. എന്താണ് ഈ ഒരാളിൽ മാത്രം നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള പകർച്ചവ്യാധികൾ തുടങ്ങുന്നത്? നമ്മൾ കേട്ടിട്ടുള്ള പകർച്ചവ്യാധികൾ ഒരേ സമയത്ത് തന്നെ നിരവധി പ്രദേശങ്ങളിൽ ഒരുമിച്ചുണ്ടാകുന്നു. അങ്ങനെയാണ് പകർച്ചവ്യാധികളെ നമ്മൾ ലോകചരിത്രത്തിൽ കേട്ടിട്ടുള്ളത്. അത് പലപ്പോഴും യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധം ഉളവാക്കിയിട്ടുള്ള അധീശത്വത്തിൻ്റെ ഭയവും യുദ്ധത്തിൽ ഉപയോഗിച്ച രാസായുധ പ്രയോഗങ്ങളുമൊക്കെയാണ് കാരണം. അതുപോലെ തന്നെ വ്യാപകമായി ഉപയോഗിക്കുന്ന കീടനാശിനികൾ, പുതുതായി ഉപയോഗിക്കുന്ന കീടനാശിനികൾ, പുതിയ ഭക്ഷണ സാധനങ്ങളിലേക്ക് ജനങ്ങൾ മാറുന്നത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ദുസ്വാധീനങ്ങൾ, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ വളരെ കഠിനമായ കാലാവസ്ഥാ മാറ്റം, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതേ തുടർന്നെല്ലാം ഉണ്ടാകുന്ന, വ്യാപകമായി ഉണ്ടാകുന്നൊരു സാധനമായിട്ടാണ് പകർച്ചവ്യാധികൾ. നമ്മുടെ നാട്ടിൽ മാത്രമാണ് അതൊരാൾക്ക് കാണുന്നു, അയാളെ പൂട്ടിയിടുന്നു, അപ്പോഴേക്കും അയാളെ കണ്ടവർ കേട്ടവർ അങ്ങനെ ചിലരൊക്കെ പേടിച്ചിട്ട് പനി പിടിക്കുമ്പോൾ, അങ്ങനെ പനി ഒരു പകർച്ചവ്യാധി, പനി പകർച്ചവ്യാധി അല്ല, അങ്ങനെ ഒരു മെഡിക്കൽ ടെക്സ്റ്റിലും കാണാൻ സാധിക്കില്ല. പനി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനമാണ്. ആ രോഗപ്രതിരോധ പ്രവർത്തനമായ പനിക്ക് മരുന്ന് ചെയ്യുമ്പോഴാണ് അത് കരളും കിഡ്നിയെയും ബാധിക്കുന്നു, തലച്ചോറിനെ ബാധിക്കുന്നു. അങ്ങനെ മാരകമായി പല പേരുകളിൽ വിളിക്കപ്പെടുന്ന പനികളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഡോക്ടർ SS ലാലിൻ്റെ കമ്മിറ്റി ഇവിടെ യഥാർത്ഥത്തിലുണ്ടായ പകർച്ചവ്യാധി തന്നെ ഉണ്ടായോ അതോ കുത്തിത്തിരിപ്പായിരുന്നോ? പേരാമ്പ്രയിലെയും ബേബിയിലെയും നിപ്പ ഡോക്ടർമാരെ ഒന്ന് ശരിയായി ചോദ്യം ചെയ്യുകയും അവരുടെ വരുമാന സ്രോതസ്സുകൾ, വരുമാനത്തിനൊത്ത സമ്പത്താണോ അവർക്കുള്ളതെന്നൊക്കെ ഒന്ന് പഠിക്കാൻ കൂടെ, അന്വേഷിക്കാൻ കൂടെ തയ്യാറാവണം. അതാണ് ഒന്ന്. ആൻറ്റിബയോട്ടിക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ ഗുരുതരമായ പ്രപഞ്ച ഭീഷണിയാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഡോക്ടർമാരുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ കൊടുത്താൽ എന്താ കുഴപ്പമുണ്ടാവില്ലേ? ഒന്ന്, ഇത് ശാസ്ത്രീയമാണ് അലോപ്പതി എന്ന് പറയുന്നതിൻ്റെ തികഞ്ഞ പരാജയമാണ്. ആൻറ്റിബയോട്ടിക്കുകൾ ശാസ്ത്രീയമായിരുന്നെങ്കിൽ, അലോപ്പതി ചികിത്സ ശാസ്ത്രീയമാണെങ്കിൽ ഇങ്ങനെയൊരു അമ്പരപ്പിക്കുന്ന ഗതികേട് അതിനുണ്ടാകുമായിരുന്നില്ല.
അപ്പം ഇത് ശാസ്ത്രീയമല്ല. കുറച്ച് നാൾ ഇങ്ങനെ ഉപയോഗിക്കും, പിന്നെ അതിൻ്റെ മാരകമായ തകരാറുകൾ ലോകമൊട്ടാകെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തും, നിരോധിക്കും. ഇത് ശാസ്ത്രീയമായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അലോപ്പതി ചികിത്സ മോഡേൺ മെഡിക്കൽ സയൻസിനെ പിന്തുടരുന്നില്ല. മോഡേൺ മെഡിക്കൽ സയൻസ് മെഡിക്കൽ ടെസ്റ്റുകളിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ഇവിടെ കിരാതമായ കാടൻ അലോപ്പതിയാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ നല്ലൊരു തെളിവാണ് ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യത്തിലുള്ളത്. ഇതെങ്ങാനും ഒരു ആയുർവേദ മരുന്നിനെ കുറിച്ചായിരുന്നെങ്കിൽ, ഒരു ഹോമിയോ മരുന്നിനെക്കുറിച്ചോ സിദ്ധ മരുന്നിനെക്കുറിച്ചോ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെയുള്ള ഭൂകമ്പം. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആശുപത്രികളിൽ ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നത്. ഗതികേട് കൊണ്ട്, മരണത്തിൻ്റെ സമയമായതുകൊണ്ട് ആയുർവേദ ആശുപത്രിയിലോ ഹോമിയോ ആശുപത്രിയിലോ സിദ്ധ ആശുപത്രിയിലോ പ്രകൃതി ചികിത്സാലയത്തിലോ ഒരു മരണമുണ്ടായാൽ എന്താ ഭൂകമ്പം. എല്ലാ ചികിത്സയും പരാജയപ്പെട്ട്, അലോപ്പതിക്കാരുടെ എല്ലാ ചികിത്സയും പരാജയപ്പെട്ട് കരൾ മാറിയേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ സ്വാമി നിർമ്മലാനന്ദഗിരിയെ പോയി കണ്ടു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ എന്തൊരു ആക്രമണമാണ് കരൾ തകർന്ന മനുഷ്യൻ തന്നെ നടത്തിയത്. മൂക്കറ്റം കള്ളു കുടിച്ചും പുകവലിച്ചും, കരൾ പോയിട്ടും പുകവലിച്ചും മദ്യപിച്ചും അങ്ങനെയുള്ള വ്യക്തികൾ പോലുമാണ് പരമ്പരാഗത വൈദ്യന്മാരെയും പ്രകൃതി ചികിത്സകരെയും ആയുർവേദക്കാരെയും ഹോമിയോയെയും എല്ലാം ആക്ഷേപിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അതൊരു ഫാഷനാണ് എന്നാണ് പലരുടെയും വിചാരം. ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാ നടപടിയാണ് ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട് അബദ്ധമായിരുന്നു, അശാസ്ത്രീയമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാലോ? അപ്പോൾ അലോപ്പതിയിലാകുമ്പോൾ എല്ലാവരും പറയും അങ്ങനെയാണ് ശാസ്ത്രം. എങ്ങനെ? ഇന്ന് ചെയ്യുന്ന ചികിത്സ അത് ശാസ്ത്രീയ ചികിത്സ, ഇതാണ് ശാസ്ത്രം, എല്ലാവരും ചെയ്യേണ്ട ശാസ്ത്രീയ ചികിത്സയാണ് അലോപ്പതി. പക്ഷെ നാളെ അത് ആരും പോയി നേരിട്ട് കഴിക്കരുത്, ഡോക്ടർമാരങ്ങനെ എഴുതരുത്. ബ്രിട്ടനിലെ ഡോക്ടർ എഴുതാത്ത കാര്യത്തിന് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ അത് എഴുതുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരിൽ സ്ഥിരം ആൻറ്റിബയോട്ടിക് എഴുതുന്ന ഭീകരന്മാർ ധാരാളം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതൊന്ന് അതൊക്കെ ശാസ്ത്രീയമാണ്. പക്ഷെ പിറ്റേ ദിവസം അത് നിരോധിക്കപ്പെടുമ്പോൾ അശാസ്ത്രീയമായിരുന്നു എന്നവർ സമ്മതിക്കില്ല. അതുകൊണ്ട് വളരെ അടിത്തറയില്ലാത്ത, അശാസ്ത്രീയമായ, അപകടകരമായ, രോഗിയെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് നമ്മുടെ ആശുപത്രികൾ പിന്തുടരുന്നത് എന്ന് ഇനിയെങ്കിലും നാം മനസ്സിലാക്കണം. ഇത് ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യത്തിൽ മാത്രമാണോ? അല്ല. റോക്കറ്റ് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ വകഭേദത്തെ സൈക്യാട്രി മരുന്നുകളായിട്ട് നൽകി വരുന്നുണ്ട്. ഓരോരോ ലക്ഷണങ്ങൾ കാണുമ്പോൾ ആ ലക്ഷണത്തെ ചികിത്സ ചെയ്യാൻ, ആ ലക്ഷണത്തിൻ്റെ കാരണത്തെ മാറ്റിവെച്ചിട്ട് ലക്ഷണത്തെ ചികിത്സിക്കാൻ ഓരോരോ സ്രവങ്ങളെ, ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ, ബീറ്റ്സിനെ ബീറ്റാ ബ്ലോക്കർ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഹിസ്റ്റമിൻ ഉപയോഗിച്ച് ഹിസ്റ്റമിൻ്റെ പ്രൊഡക്ഷൻ ജലദോഷത്തിൻ്റെ പേരിൽ തടഞ്ഞു വയ്ക്കുന്നുണ്ട്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സും അതേപോലെ തന്നെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സും ഇങ്ങനെയുള്ള നിരവധിയായ മണ്ടത്തരങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ പേരിൽ അലോപ്പതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഇന്ന് ഈ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും, മനുഷ്യനുൾപ്പെടെയുള്ള മൃഗങ്ങളും പക്ഷികളും സസ്യജാലങ്ങളും എല്ലാം, മത്സ്യങ്ങളും എല്ലാം ചേർന്നുള്ള ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ അപകടമാണ് ആൻറ്റിബയോട്ടിക്കുകളെന്ന് പറയുമ്പോൾ അലോപ്പതി ചികിത്സ എന്ന് തന്നെയല്ലേ അർത്ഥം. ഈ അലോപ്പതി ചികിത്സ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അപകടമായിരിക്കുന്നു. ഇത് കഴിക്കുന്ന മനുഷ്യരുടെ കാര്യമോ? ആൻറ്റിബയോട്ടിക് മാത്രമല്ലല്ലോ,
വേദനാസംഹാരി കഴിച്ച് കരളും കിഡ്നിയും പോകുന്നവർ എത്രയുണ്ട്? ഒരു കണക്ക് പറയാവോ? പനിമരുന്ന് കഴിച്ച് കരൾ പോകുന്നവർ, ഭക്ഷണ സാധനങ്ങളുമായി തമ്മിൽ ചേർന്ന് ഒരു കുഴപ്പവും നേരെ ഉണ്ടാക്കില്ല, അങ്ങനെ ഒരു മരുന്നില്ല. ഏറ്റവും കുറഞ്ഞ കുഴപ്പം മാത്രം ഉണ്ടാക്കുന്ന മരുന്നുകളും ഭക്ഷണ സാധനങ്ങളുമായി ചേർന്ന് കഴിഞ്ഞാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. എത്ര 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 ഉദാഹരണങ്ങളാണ് പറയാൻ സാധിക്കുക. ഇനി പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോൾ മാത്രം ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് എഴുതാതിരുന്നാൽ മതിയോ? ജനങ്ങൾ സ്വമേധയാ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി ആൻറ്റിബയോട്ടിക്കുകൾ നേരെ വാങ്ങിച്ച് കഴിക്കാതിരുന്നാൽ മതിയോ? അല്ലാത്ത സമയത്തും പാടില്ലാത്തൊരു സാധനമാണിത്. അവിടെ നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കുകളില്ലേ എന്നുള്ളൊരു ചോദ്യം. ഈ കെമിക്കൽ അണുനാശിനികളെ ഉപയോഗിച്ച് രോഗികളെ ചികിത്സിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ആ ശാഠ്യം ഒട്ടും ശാസ്ത്രീയമല്ല. ഒരപകടവുമില്ലാതെ നിങ്ങൾക്ക് രോഗം മാറ്റാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിനല്ലേ ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത്. അതിനു പകരം ആദ്യം തന്നെ ഈ വിഷസാധനങ്ങൾ, അണുക്കളെ കൊല്ലുന്നത്, കൃമിയെ കൊല്ലുന്നത്, വിരയെ കൊല്ലുന്നത്, അതിനെയെല്ലാം കൊന്നു കഴിഞ്ഞ് ആളെ തന്നെ കൊല്ലുന്ന ഈ വസ്തുവകകൾ ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമല്ല. അലോപ്പതിയുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ ശാസ്ത്രീയമല്ല. നിവൃത്തികേടിൻ്റെ ഘട്ടത്തിലുള്ള സർജറികളും വളരെ കുറഞ്ഞ ഇടപെടലുകളും മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ ശാസ്ത്രീയമെന്ന് വിളിക്കാൻ സാധിക്കുക. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, ഇത് ഡോക്ടർമാർ മനസ്സിലാക്കണം. ഈ കെമിക്കൽ മുഴുവൻ കൂടെ രോഗിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ, രോഗിയുടെ ശരീരം ബയോളജിക്കലാണല്ലോ, അതുകൊണ്ട് ബയോളജിക്കലായി ഈ കെമിക്കലുകളെല്ലാം ബയോളജിക്കലായി പരിവർത്തനം വന്നത് ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ തയ്യാറാവണം, രോഗികൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമല്ല, അലോപ്പതി ചികിത്സ തന്നെയാണ്. ഇനിയും അതിൽ പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു ആൻറ്റിബയോട്ടിക് മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തന രീതികളെ തകിടം മറിക്കുന്നത്, പിന്നീട് അതേ ആൻറ്റിബയോട്ടിക്കുകൾ തന്നെ കഴിച്ചാൽ അവ ഫലിക്കാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സൂപ്പർ ബഗ്ഗുകളുടെ ഭീതിപ്പെടുത്തുന്ന, ഇവരുടെ കയ്യിലുള്ള ഒരു മരുന്നും ഫലിക്കാത്ത രോഗങ്ങൾ ഇങ്ങനെ കയറി വരുന്ന. അത് പറയുമ്പോൾ ഏതൊരു മരുന്നാണ് നിങ്ങളുടെ, ഏതു മരുന്ന് രോഗത്തിനെതിരെ ഫലിക്കും എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു രോഗവും അതിൻ്റെ കാരണം സഹിതം മാറി രോഗിക്ക് ആരോഗ്യം തിരിച്ചു നൽകുന്ന ഒരു മരുന്നും ലോകത്തില്ല. ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് തെളിയിച്ചിട്ടുള്ള ഒരു മരുന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ മരുന്ന് മുഴുവൻ ശാസ്ത്രീയമായിട്ടുണ്ടാക്കിയതല്ലേ? ഈ മരുന്ന് മുഴുവൻ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതല്ലേ? ശാസ്ത്രീയമായി ഡോക്ടർമാർ പ്രയോഗിക്കുന്നതല്ലേ? മെഡിക്കൽ ടെസ്റ്റുകളെല്ലാം ചെയ്ത് ബോധ്യപ്പെട്ട് മെഡിക്കൽ ടെസ്റ്റുകളിൽ നിന്ന് പറയുന്ന മരുന്നുകളൊക്കെ അല്ലേ ചെയ്യുന്നതെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം, ചോദിച്ചേക്കാം. സുഹൃത്തുക്കളെ, അല്ല. ഒരു കാര്യം ശാസ്ത്രീയമാകണമെങ്കിൽ ആ കാര്യം പ്രയോഗിച്ചാൽ അതിന് ഫലം ഉണ്ടാവണം. എപ്പോൾ പ്രയോഗിച്ചാലും അതിന് ഫലം ഉണ്ടാവണം. 100-ൽ 100 മാർക്കും കിട്ടണം. 100-ൽ 99 മാർക്കേ ഉള്ളെങ്കിൽ ശാസ്ത്രീയമാവില്ല. 100-ൽ 55 ഉള്ളെങ്കിൽ ഒട്ടും ആവില്ല. ഏത് മരുന്നുണ്ട് ക്ലിനിക്കൽ ട്രയലിൽ ശരിയായി ശാസ്ത്രീയമായി വിജയിച്ചിട്ടുള്ള മരുന്ന്? ഒരു മരുന്ന് പോലുമില്ല. ശാസ്ത്രീയമായി വിജയിക്കുക എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ട്രയലിൽ പ്ലാസിബോ എത്രയുണ്ട്? മരുന്നല്ലാത്ത മരുന്ന് കൊടുത്ത ഗ്രൂപ്പിൽ എത്ര പേർക്ക് രോഗം മാറി? ഇപ്പുറത്ത് മരുന്നെന്ന് പറയുന്ന മരുന്ന് കൊടുത്ത് എത്ര പേരുടെ രോഗം മാറി? പ്ലാസിബോയിൽ സാധാരണ 45% വരെ രോഗം തനിയെ മാറുമെന്നുള്ളതാണ് അവരുടെ കണക്ക്. അതെങ്ങനെ മാറുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇനി പ്ലാസിബോ അല്ലാതെ ഒരു മരുന്ന് എന്ന് പറയുന്ന കെമിക്കൽ കൊടുത്ത് 10% കൂടുതൽ ആളുകളുടെ രോഗം മാറുന്നു എന്ന് മരുന്ന് കമ്പനി ഒരു കള്ളക്കണക്കുണ്ടാക്കി വെച്ചാൽ അത് വെരിഫൈ ചെയ്യാനുള്ളൊരു സംവിധാനം ലോകത്തില്ല. മരുന്ന് കമ്പനി മരുന്ന് കണ്ടുപിടിക്കും, പരീക്ഷണം നടത്തുന്നത്, ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നതൊക്കെ മരുന്ന് കമ്പനി തന്നെയാണ്.
ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ റിപ്പോർട്ടിലൂടെ സർക്കാർ ഏജൻസി, ഡ്രഗ് ഏജൻസി നോക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 10% കൂടുതൽ, 15% കൂടുതൽ ഈ മരുന്നിന് ഫലം കാണിക്കുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ മരുന്ന് കമ്പനിക്ക് സാധിച്ചാൽ ഈ മരുന്നിന് അവർ അനുവാദം കൊടുക്കും. 1 മാസം കൊണ്ട് നിരോധിക്കപ്പെട്ട മരുന്നുകളുണ്ട്. അനുവാദം കിട്ടി ജനങ്ങളെ തീറ്റിക്കാൻ തുടങ്ങി 1 മാസം കൊണ്ട് നിരോധിച്ച മരുന്നുകളുണ്ട്. 1 കൊല്ലം കൊണ്ട് നിരോധിച്ച അനേകം മരുന്നുകളുണ്ട്. 5 കൊല്ലം കൊണ്ടും 10 കൊല്ലം കൊണ്ടും. ഇതായിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ആൻറ്റിബയോട്ടിക്കുകൾ 50 കൊല്ലം കൊണ്ടോ നിരോധിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം, പ്രകൃതിക്ക് ഭീഷണിയാണ്, ഡോക്ടർമാരങ്ങനെ എഴുതരുത്, രോഗികൾ നേരിട്ട് വാങ്ങി കഴിക്കരുത് എന്നെല്ലാം പറയേണ്ട ഗതികളിലേക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വരുന്നത് വെറും 100 കൊല്ലത്തിനുള്ളിലുള്ളൊരു സമയത്തിലാണ്. അതിനോടകം എത്രയേറെ മനുഷ്യരെ ഈ ആൻറ്റിബയോട്ടിക്കുകൾ കൊന്നു കൊലവിളിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ എണ്ണമാണോ കൂടുതൽ, ഇവർ രക്ഷപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്നവരുടെ എണ്ണമാണോ കൂടുതൽ, ഈ സാധനമില്ലായിരുന്നെങ്കിൽ ഇവരാരും രക്ഷപ്പെടുമായിരുന്നില്ലേ എന്നുള്ള പഠനങ്ങൾ ശാസ്ത്രീയമായി നടക്കേണ്ടതാണ്. ഏതായാലും ഇതൊന്നുമില്ലാതെ സകല രോഗങ്ങളെയും പ്രകൃതി ചികിത്സയിലും ആയുർവേദത്തിലും ഹോമിയോയിലും സിദ്ധയിലും ഒക്കെ ചികിത്സിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം എന്നുള്ള പേരിൽ മാത്രം ചുരുക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് അശാസ്ത്രീയമാണ് അലോപ്പതി, അശാസ്ത്രീയമാണ്. അവർ അലോപ്പതിക്ക് മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ എന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ്. ഊതിക്കാച്ചിയ പൊന്നുപോലെ ദോഷഫലങ്ങളില്ലാത്ത മരുന്നുമായി നിങ്ങൾ എന്നു വരുമോ? അണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് തന്നു. അപ്പോഴാ രോഗം മാറണം. അണുക്കളെ കൊന്നു കഴിഞ്ഞാൽ മാറണ്ടേ? അങ്ങനെ മാറുന്നുമില്ല. അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങളുടെ മരുന്നിന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി സകലരിലും ഫലിക്കുന്നത്, അത് കഴിഞ്ഞാൽ അവരിൽ ദോഷഫലങ്ങൾ, കരൾ, കിഡ്നി പോക്ക്, പ്രമേഹം പിടിക്കൽ, സ്ട്രോക്ക് ഉണ്ടാകൽ, ഹൃദ്രോഗം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും വരാത്ത രീതിയിൽ അവരുടെ ആരോഗ്യത്തെ പുരോഗമിപ്പിക്കുന്ന മരുന്നുകൾ എന്ന് നിങ്ങളുടെ കയ്യിലുണ്ടാകുമോ അന്ന് മാത്രമേ ഇത് ശാസ്ത്രീയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. തുടർന്ന് അവർക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാനും കൂടെ സൗഭാഗ്യം നൽകുന്ന മരുന്നുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാനും ആ മരുന്നുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, കഴിക്കാൻ തയ്യാറാണ്. അതല്ലാത്ത പക്ഷം ഇത് അശാസ്ത്രീയമാണ്, നിങ്ങളീ പറയുന്നതല്ല ശാസ്ത്രം, തെറ്റ് കാണുമ്പോൾ അപ്പം ഞങ്ങൾ മാറും, അപ്പം ഞങ്ങൾ നിരോധിക്കും, അതല്ല ശാസ്ത്രീയം. നിങ്ങൾ ഊതിക്കാച്ചിയ പൊന്നുപോലെ ശുദ്ധമായ മരുന്നുകൾ കൊണ്ടുവരുമ്പോൾ സമ്മതിക്കാം നിങ്ങൾ ശാസ്ത്രീയരാണ്. ഏതായാലും ഡോക്ടർ SS ലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതനാധികാര സമിതിക്ക് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരവസരം വളരെ നേരെ ചൊവ്വേ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമുള്ള ഒരു ആരോഗ്യമന്ത്രിയുടെ പിന്തുണ, ജനങ്ങളുടേതായ അകമഴിഞ്ഞ പിന്തുണ ഈ ഭരണത്തിനുണ്ട്. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന സുവർണാവസരം ഉപയോഗിച്ച് പകർച്ചവ്യാധികളുടെ പേരിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി രോഗികളാക്കുന്ന, പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന, രോഗികളെ പിഴിഞ്ഞൂറ്റിത്തടിക്കുന്ന കാപാലികരായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ, മരുന്ന് മാഫിയയെ തുറന്നു കാണിക്കാൻ കൂടെ ഡോക്ടർ SS ലാലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.